ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. മഴയെല്ലാം മാറി വരികയാണ്. നമ്മുടെ കേരളം വീണ്ടും ശാന്തമാവുകയാണ്. ഇനി എല്ലാവരും അവരവരുടെ പഴയ ജീവിതത്തിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചെത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു റെസിപ്പി ആയിരുന്നു ബ്രെഡ് പുഡിങ്. വളരെ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് എത്രയും പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാം നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 8 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ ബ്രൗൺ സൈഡ് ഫുള്ളും നമ്മൾ കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ പുഡിങ് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ബ്രൗൺ കളർ ഇങ്ങനെ ഈ പുഡിങ്ങിൽ കാണും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രൗൺ സൈഡ് കട്ട് ചെയ്ത് കളയുന്നത്. ബ്രെഡിൻ്റെ ബ്രൗൺ സൈഡ് ഫുള്ളും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ്ങിന് വേണ്ട ബാറ്റർ തയ്യാറാക്കാം. ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 3 മുട്ട കൂടി ചേർക്കുകയാണ്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വന്നിട്ട് ഒരു 1/2 കപ്പ് ഷുഗറാണ്, 100 ഗ്രാം ഷുഗർ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത് എഗ്ഗിൻ്റെ ഒരു സ്മെല്ല് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എഗ്ഗിൻ്റെ ആ ഒരു മണം കുഴപ്പമില്ല എന്നുള്ളവർക്ക് ഇത് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ വാനില എസൻസ് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. ഇത്രയും ചേർത്തിട്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ഫ്ലഫി ആയിട്ട് വരും. ഞാനിപ്പോൾ എന്തായാലും ഹാൻഡ് വിസ്ക് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 1.5 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ബ്രെഡ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇത്രയും തിക്കായിട്ട് വേണം ഇതിരിക്കാനായിട്ട്. അപ്പോൾ ഇത് വലിയ ബ്രെഡാണ്, അതുകൊണ്ടിട്ടാണ് ഞാൻ 8 ബ്രെഡ് എടുത്തത്. അപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 10 മുതൽ 11 ബ്രെഡ് വരെ വേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിൽ വേണം ഇരിക്കാനായിട്ട്. ഇതിങ്ങനെ ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. ഈ സമയം കൊണ്ടിട്ട് നമുക്ക് ഈ പുഡിങ്ങിൻ്റെ മുകളിൽ വരുന്ന കാരമൽ തയ്യാറാക്കി എടുക്കാം. ഈ പാത്രത്തിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1/2 കപ്പ് ഫുള്ളായിട്ടില്ല, ഒരല്പം കുറവാണ്. 75 ഗ്രാം ഷുഗർ ഉണ്ട് ഇത്. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് ഫ്ലെയിമിൽ വെക്കണം. ആ 2 മിനിറ്റ് കൊണ്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരും. അപ്പോഴത്തേക്കും നമുക്കിത് മാറ്റാം. ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇത് ചൂടോടെ തന്നെ നമ്മൾ ഏത് ബൗളിലാണോ അല്ലെങ്കിൽ തട്ടിലാണോ നമ്മൾ പുഡിങ് വെക്കുന്നത് അതിലേക്ക് നമ്മൾ ഇത് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കട്ടയായിട്ട് പോകും. അതിൻ്റെ പേരിലാണ്. ഞാനിപ്പോൾ ഇതുപോലൊരു തട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഒഴിച്ചു കൊടുത്ത കാരമൽ ഫുള്ളും നല്ലതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമുക്ക് കവർ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇങ്ങനെ അലുമിനിയം ഫോയിൽ വെക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സ്റ്റീമറിലേക്ക് വെക്കുമ്പോഴത്തേക്കും അതിൽ ആവി വന്നിട്ട് ആ വെള്ളം എല്ലാം ഇതിലേക്ക് വീഴും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ കൊണ്ടിട്ട് കവർ ചെയ്യുന്നത്. ഇപ്പോൾ അലുമിനിയം ഫോയിൽ ഇല്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഡയറക്റ്റായിട്ട് വെച്ചാലും പ്രശ്നമൊന്നുമില്ല. കൂടെ തന്നെ കുറച്ച് ഹോൾ കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ആവി ഫുള്ളും ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഹോൾ ഇടുന്നത്. ഇനി നമുക്കിത് സ്റ്റീമറിലേക്ക് മാറ്റാം. അപ്പോൾ ഈ സ്റ്റീമറിൻ്റെ താഴത്തെ തട്ടിലായിട്ട് ഒരു 1/4 ഭാഗത്തോളം വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ ഇത് നല്ലതുപോലെ ആവിയിലിരുന്നിട്ട് വെന്തിട്ട് വരണം. അപ്പോൾ സ്റ്റീമർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിത് കുക്കറിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുക്കറിൽ ഇതുപോലെ ഒരു 1/4 ഭാഗം വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടൊരു തട്ട് എന്തെങ്കിലും ഇട്ടിട്ട് അതിന് പുറത്തായിട്ട് വേണം നമ്മളിത് വെക്കാനായിട്ട്.
കുക്കറിൻ്റെ അടപ്പിലുള്ള വാഷറും വിസിലും നമ്മൾ മാറ്റണം. എന്നിട്ട് വേണം നമ്മളിത് അടച്ച് വെക്കാനായിട്ട്. അതിലും ഇതേ സെയിം ടൈം തന്നെയാണ് വേണ്ടത്. ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ ഇതിരിക്കണം. എന്നാൽ ശരി, അത്രയും സമയം കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഇതിൽ ആവിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബ്രെഡ് പുഡിംഗ് എല്ലാം നല്ലതുപോലെ വെന്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പുഡിങ് നല്ലതുപോലെ വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കത്തി കൊണ്ടിട്ട് നമ്മളിങ്ങനെ കുത്തി നോക്കിയാൽ മതി. അപ്പോൾ അത് നല്ല ക്ലീൻ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ കുക്കായിട്ടുണ്ടെന്നാണ്. അതല്ലാതെ ആ കത്തിയിൽ എന്തെങ്കിലും ബാറ്ററി പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി വെച്ചിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് പുഡിങ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇനി ഇത് വേറൊരു തട്ടിലേക്ക് മാറ്റുന്നതിന് മുന്നേ ഇതിൻ്റെ ചുറ്റിലും നമ്മളൊരു കത്തി കൊണ്ടിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതൊന്ന് പ്ലേറ്റിലേക്ക് കമഴ്ത്തി കൊടുത്താൽ മാത്രം മതി. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്ലേറ്റും പുഡിങ്ങും ഏകദേശം ഒരു സെയിം കളറിലാണുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് പുഡിങ്ങാണിത്. ഇതുപോലെ നമുക്കിത് സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇതിങ്ങനെ ചൂടോടെ കഴിക്കുന്നതിനേക്കാളും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.